മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാ വർഷവും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 2016 മുതൽ മാതാമൃതാനന്ദ മഠവും അത് തന്നെ ഇവിടുത്തെ സമിതിയും തിരൂർ ദിനേശും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇവിടുത്തെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതൊരു വലിയൊരു സാംസ്കാരിക നഗരം തന്നെയായിരുന്നു എന്ന് വേണം കണക്കുകൂട്ടാൻ. പുരാണ ചരിത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ഇന്ന് മാമാങ്കം എന്നുള്ള പേരിലാണ് പലപ്പോഴും അറിയപ്പെട്ടു തുടങ്ങിയെങ്കിലും ഈ കാലഘട്ടത്തിൽ, പക്ഷെ ഇതിനു മുമ്പ് ഒരു വലിയൊരു യാഗഭൂമിയായിരുന്നു. ത്രിമൂർത്തികളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു ഭൂമിയാണിത്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ഇരിപ്പിടമായിട്ടുള്ള ദിവ്യ സാന്നിധ്യം കൊണ്ട് പുണ്യഭൂമിയായി മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു യാഗം ഈ ഭൂമിയിൽ വെച്ച് നടന്നിരുന്നു. യാഗത്തിൻ്റെ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വലിയ വിദ്വൽ സദസ്സുകളും എല്ലാം ഒപ്പം തന്നെ നടക്കും യാഗത്തോടൊപ്പം. അപ്പോൾ ധാരാളം പേര് വിദ്വാൻമാരായിട്ടുള്ള ആൾക്കാർ വരികയും ശാസ്ത്ര ചർച്ചകൾ നടത്തുകയും ജനങ്ങൾ ഒന്നിക്കുകയും വലിയൊരു കൂട്ടായ്മ ഉണ്ടാകും, പങ്കാളിത്തം ഉണ്ടാകുകയും നാമജപ ഘോഷങ്ങൾ നടക്കുകയും മന്ത്രമുഖരിതമായ വലിയൊരു അന്തരീക്ഷം ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മുഴുവൻ ഒരു തലസ്ഥാനം എന്നുള്ള രീതിയിൽ തന്നെ ഒരു കാലത്ത് ഈ തിരുനാവായ തവനൂർ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു. കാരണം നമുക്കിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ ഈ മാമാങ്കം എന്നുള്ള രീതിയിൽ അത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ പൂർണ്ണമായ ചരിത്രം വിസ്മരിച്ചുകൊണ്ടാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പൂർവ്വ ചരിത്രത്തിലേക്ക് നമ്മൾ വരണം. നമ്മുടെ ജനങ്ങൾ നമ്മുടെ സംസ്കാരം മറന്നു പോകുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ തകരാറ്. നമ്മൾക്ക് നമ്മുടെ സംസ്കാരത്തിൽ അഭിമാന ബോധം ഉണ്ടാകണം. എന്താണ് നമ്മുടെ ചരിത്രം നമ്മൾ പഠിക്കാൻ ഇടപെടണം. നമ്മുടെ സമൂഹം അത് പഠിക്കണം. എന്നാലേ ആത്മാഭിമാനം ബോധമുള്ള ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. ലോകത്തിന് നമ്മൾ കൊടുത്ത സംഭാവനകൾ അത് മനസ്സിലാക്കണമെങ്കിലും ഇത്തരം ഉത്സവങ്ങളിലൂടെ ഇത്തരം പ്രദേശങ്ങളിലൂടെ നമ്മൾ ചുറ്റി സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ഈ ഇത്തരം ഉത്സവങ്ങൾ ഇപ്പം പെട്ടെന്ന് നമ്മുടെ മഹാമണ്ഡലേശ്വരനൊക്കെ വന്നിട്ട് ശ്രീ മാതാ അമൃതാനന്ദമയി സദ്ഗുരു അമ്മ ഇതിന്റെ രക്ഷാധികാരിയായി നിന്നുകൊണ്ട് ഇപ്പം ആ പഴയ പൂർവ്വ ചരിത്രത്തിലേക്ക്, സാംസ്കാരിക ധാരയിലേക്ക് നമ്മളെ ഉണർത്തുകയാണ്. കാരണം ഇന്നിപ്പോ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചൊരു വലിയ സമയമാണ്. ലോക ഗുരുവിന്റെ സ്ഥാനത്തേക്ക് അലങ്കരിക്കാൻ പോവുകയാണ് നമ്മൾ. ആ ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേരുമെന്ന് നമ്മുടെ പൂർവിക മഹാത്മാക്കള്, സ്വാമി വിവേകാനന്ദനെ പോലെ ഉള്ളവര്, അതേപോലെ അരവിന്ദനെ പോലെ, മഹർഷി അരവിന്ദനെ പോലെയുള്ളവരൊക്കെ ഉദ്ഘോഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ നൂറ്റാണ്ടാണ്, ഈ ഭാരതത്തിന്റെ നൂറ്റാണ്ടാണ്. ഈ ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യുവാൻ ചൊരിയുന്ന അത്തരം മഹാത്മാക്കളെ സൃഷ്ടിച്ചൊരു നാടാണ്. ഈ ഭൂമി പോലും നമുക്കറിയാം ലോകം വളരെയധികം ആരാധിച്ച, ലോകത്തിന് വലിയൊരു സംഭാവന കൊടുത്ത, വേദാന്ത സന്ദേശം കൊടുത്ത ശ്രീശങ്കരന്റെ ജന്മം കൊണ്ട് ധന്യമായ, അദ്ദേഹം കാലടി ഭൂമിയിലാണെങ്കിലും ഈ ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പൊ ഈ ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ അത്തരം മഹാത്മാക്കൾ ധാരാളം ജന്മം കൊണ്ടിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും തുഞ്ചത്താചാര്യനാണെങ്കിലും, അതുപോലെ പൂന്താനമാണെങ്കിലും, മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടാണെങ്കിലും, അങ്ങനെ നിരവധി മഹാത്മാക്കൾ ഈ ഭൂമിയിൽ ജന്മം കൊണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഈ പുണ്യ നദികളുടെ തീരങ്ങളിലാണ് ഇത്തരം മഹാത്മാക്കൾ തന്നെ ജന്മം കൊള്ളുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭാഗവതത്തിൽ പോലും ഭാരതപ്പുഴയെ പറ്റി പരാമർശമുണ്ട്. ഇത്തരം ഈ തീരങ്ങളിലാണ് മഹാത്മാക്കൾ ജന്മം കൊള്ളുന്നതെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം മഹാത്മാക്കളുടെ ജന്മം കൊണ്ട് ധന്യമായ ഭൂമിയാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഉണർവുണ്ട്. ആ ഉണർവാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് വേണ്ടത്. നമ്മൾ നമ്മുടെ ചരിത്രം പഠിക്കുകയും മനസ്സിലാക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ നാട് ഇന്ന് ഭാരതം ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന സമയമാണെന്ന്. എവിടെ ചെന്നാലും ഭാരതത്തിനൊരു വിലയുണ്ട്. ആ വില നമ്മുടെ സംസ്കാരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമ്മെപ്പോലുള്ള മഹാത്മാക്കൾ വിദേശത്ത് പോകുമ്പോൾ അവരെ ആദരിക്കുന്നുണ്ടെങ്കിൽ, ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ സംസ്കാരത്തിന് ജന്മം നൽകിയ, പ്രത്യേകിച്ച് ഈ മലയാള മണ്ണിൽ അങ്ങനെ ഒരു സംസ്കാരധാരയ്ക്ക് ജന്മം നൽകിയൊരു ഭൂമി എന്നുള്ള പേരിൽ തിരുനാവായ വളരെ ഇനിയും വരുന്ന കാലഘട്ടങ്ങളിൽ കൂടുതൽ പ്രശസ്തിയിലേക്ക് വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതതിൻ്റെ ഒരു തുടക്കം എന്ന് നമുക്ക് കണ്ടാൽ മതി. ഇതിന് ബീജാവാപം ചെയ്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പൊ തീർച്ചയായിട്ടും ഈ നടക്കുന്ന ഉത്സവങ്ങൾ ഇപ്രാവശ്യം കുറെ തടസ്സങ്ങൾ നമുക്ക് നേരിട്ടെങ്കിലും ആ തടസ്സങ്ങളെയെല്ലാം നമ്മൾ അതിജീവിക്കും തന്നെ ചെയ്യും. അതിജീവിക്കേണ്ടതാണ് നമുക്ക്. അതിജീവിച്ചെങ്കിൽ മാത്രമേ, എല്ലാ തടസ്സങ്ങളെയും നേരിട്ട ചരിത്രമേ ഉള്ളൂ ഇവിടെ.
ഭാരത പുണ്യഭൂമി. അപ്പൊ അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളെയും നമ്മൾ തരണം ചെയ്ത് ധീരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയാണ് നമുക്ക് തടസ്സങ്ങൾ പോലും നമുക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. തടസ്സങ്ങളെ പോലും അനുകൂലമാക്കി മാറ്റിയവരാണ് നമ്മൾ. അപ്പൊ നിഷേധാത്മകമായ ഭാവങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മുടെ സംസ്കാരത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഈ ഭൂമിയെയും നമ്മളെയും ഈ സമൂഹത്തെയും ഈ ദേശത്തെയും ഉയർത്തുവാൻ നമ്മൾ തയ്യാറായാൽ നാടിന് ഐശ്വര്യം തീർച്ചയായിട്ടും വർദ്ധിക്കും. എല്ലാ ഭൗതികവും ആധ്യാത്മികവുമായ രീതിയിൽ നമുക്ക് ഉയരാൻ സാധിക്കും. ആധ്യാത്മികമായ ഒരു സമൂഹത്തിന് മാത്രമേ സമ്പന്നമായ ഒരു സമൂഹം എന്ന് നമുക്ക് അവരെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാംസ്കാരികമായ സമ്പന്നമായ ഒരു സമൂഹമായിട്ട് ഈ ഉത്സവം നമുക്ക് പ്രചോദനമായി തീരട്ടെ. ഈ മഹോത്സവം നമുക്ക് വീണ്ടും ഒരു ഉണർവ് ഈ സമൂഹത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള അവസരം സൃഷ്ടിച്ചതിന് നന്ദി. എല്ലാവർക്കും നമസ്കാരം.